ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? ഇവിടെ വൈകുന്നേരത്തെ വിശേഷം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അച്ചൂട്ടിൻ്റെ യൂണിഫോം അടിച്ചാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളെ വീടാണത്. അവിടുന്ന് എന്തേ അപ്പോൾ അച്ചൂട്ടിൻ്റെ യൂണിഫോം അടിച്ചാൻ കൊടുത്ത് കുറച്ച് ദിവസങ്ങളായിക്കണം കേട്ടോ, വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്ന് 2 ദിവസം ഇവിടെ ലീവുമാണ്, സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പനിയൊക്കെ ഭേദമായി സുഖമായിക്കണം കേട്ടോ. 2 ദിവസം ആയിക്കണ അടിച്ച് വെച്ചിട്ട് എന്നാ പറഞ്ഞിട്ട്, പക്ഷെ വാങ്ങാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ തോടൊക്കെ കടന്നിട്ട് വേണം പോവാൻ. അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് വൈകുന്നേരത്തൊരു കുഞ്ഞു വ്ളോഗായിട്ട് നമുക്ക് കാണാം കേട്ടോ. പോയി നോക്കാം. ഞാൻ ഡ്രസ്സ് അടിച്ചത് വാങ്ങിക്കൊണ്ടുവരാനുള്ള ക്യാഷ് കരിയിൽ മറന്നു വെച്ചിട്ടാണ് പോണത് കേട്ടോ. അതിൽ കൈ നോക്കിയപ്പോഴാണ് പൈസ എടുത്തിട്ടില്ല. അതിൽ വേഗം അച്ചുട്ടി ഓടിപ്പോയി പൈസയൊക്കെ കൊണ്ടുവന്നിട്ടാ. അച്ചുവിന് ഇന്നും ഇന്നലെയൊക്കെ പനിയായിട്ട് സ്കൂളൊക്കെ ലീവാക്കി. കാല് വേദന ഒക്കെ സുഖമായിക്കണേ. ലച്ചു ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കുടിച്ചപ്പോൾ മാറി. ഇനിയോട് നാളെ സ്കൂൾക്ക് പോയി ലച്ചുവാ? പോലേ അങ്ങനെ കുറച്ചിങ്ങോട്ട് പോകുന്ന ഒരു തോടാണ് കേട്ടോ. തോട്ടിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, കുറഞ്ഞ വെള്ളമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി എന്നും തിരക്കാം. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, പരലും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോട്ടിലിപ്പോൾ വെള്ളം വന്നതായതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇറങ്ങാനാണ് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ വേഗത്തിൽ ഓടുകയാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളമുള്ളൂ, കൈ കൊണ്ട് തന്നെ മീൻ കുട്ടികളെ കിട്ടും ചോദിച്ചും. അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകവും രസമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അടിക്കാൻ കൊടുക്കാൻ പോവാൻ തിരക്കുകൊണ്ട് ഒന്നാമത്തെ ഈ മീൻകുട്ടികളെ കാണാനാണ് കേട്ടോ. വേണ്ട നടക്ക് നടക്ക് നടക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്നോളം അമ്മച്ചി പോയി വരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പറഞ്ഞു നോക്കിയിട്ടാ. പക്ഷെ ഞാൻ അയച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. ഡാമിൻ്റെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ പേടിയാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെ ഇത് ചെറിയ തോടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനും കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഈ രീതിയിൽ ഇങ്ങനെ അച്ചുട്ടീൻ്റെ മുട്ടിനൊക്കെ വെള്ളമുള്ളൂ കേട്ടോ. ചെറിയൊരു തോടാണ്, പക്ഷെ എന്നാലും നമുക്ക് അതിന് ഓർമ്മ വരും കേട്ടോ. കാരണം ആ ഒരു 5 കുടുംബം വെള്ളത്തിൽ പോയ ആ രംഗമുണ്ടല്ലോ, അത് ഓർമ്മ വരും കേട്ടോ. ഇപ്പോൾ വെള്ളം കാണുമ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും പുഴയ്ക്കൊക്കെ പോകാൻ തന്നെ പേടിയാണ് ഇപ്പോൾ. അപ്പോൾ അതാ ഞങ്ങനെ ഇതിൽ കൂടെ കയറണം കേട്ടോ. വീട് ഈ തോടിന് കടന്ന വീടെത്തുട്ടാ. അപ്പോൾ പൊന്നൂസ് അത് പാമ്പിൻ്റെ തൊലിയാണെന്ന് പറഞ്ഞാണ്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതൊരു മീനിൻ്റെ ഒരു ചെളുക്കയാണ് കേട്ടോ, കണമീനിൻ്റെ. അപ്പോൾ ഓരോ കൈകിട്ടപ്പോൾ പോയതേക്കാരം. അപ്പോൾ അത് കണ്ടപ്പോൾ പാമ്പിൻ്റെ തൊലിയാണെന്ന് പറഞ്ഞ് പേടിച്ച് ഓടുകയാണ് കേട്ടോ ഓള്. അങ്ങനെ ആ വീട് കണ്ടപ്പോൾ തന്നെ, അടിക്കാൻ കൊടുത്ത വീട് കണ്ടപ്പോൾ തന്നെ അച്ചുട്ടിയും പൊന്നൂസിനും വേഗത്തിൽ ഓടിയിട്ടുണ്ട് ബെല്ലടിക്കാനായിട്ടാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല ചെമ്പരത്തിണ്ട് കേട്ടോ. നമ്മൾ സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ല ചെമ്പരത്തിട്ടാം. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ 2 എണ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ഡ്രിങ്കാണ് നമ്മൾ ചെമ്പരത്തിയുടെ ജ്യൂസ് ഇട്ടാം. കഴിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഡ്രസ്സൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഓൾ 2 ആളും കൂടി പെട്ടെന്ന് തന്നെ ഓടിയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ എത്തോളം ഒരുക്കൊന്ന് തോട്ടിലന്ന് കളിച്ചാലോ വിചാരിച്ചുകൊണ്ട് ഓടിയതാണ് കേട്ടോ, അച്ചുട്ടിയും പൊന്നൂട്ടിയും. പിന്നെ ഇതാ എൻ്റെ കയ്യിൽ ചെമ്പരത്തി ഉണ്ടെന്ന്, ചെമ്പരത്തിയുടെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ചെമ്പരത്തിയും കിട്ടിയപ്പോൾ എടുത്തേക്കണ്. പിന്നെ അപ്പോൾ ഞാൻ എന്നോട് നിർത്തിക്കാണ്ട് 2 ആളും കൂടി മുന്നിൽ ഓടിക്കണം കേട്ടോ. ഞാനവിടെ എത്തോളം തോട്ടിൽ കുറച്ച് നേരം നിൽക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടി ഓടിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തോട് കണ്ട കുട്ടികളെ കാട്ടിയും കെട്ടാണ് ഞാൻ കേട്ടോ. ഞാനും അതിൽ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിടിച്ചാൽ നിൽക്കും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ തുണിയൊന്നും കയ്യിൽ പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ള കുഞ്ഞു കുഞ്ഞു പരലും കുട്ടികളുണ്ട് കേട്ടോ. രസമാണ് കേട്ടോ പരലും കുട്ടികൾ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് കുപ്പി കൊണ്ടുവരണത്. അപ്പോൾ പൊന്നൂസ് കുറേ പിടിച്ചാൽ നോക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അച്ചുട്ടിക്കും തന്നെ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ അമ്മ എന്ന് പറഞ്ഞാണ്ട് തിരക്ക് കൂടി നിൽക്കുകയാണ് കേട്ടോ 2 ആളും. പോര് പോര് പോര്. അച്ചോ ഐ ഐ ഐ
അച്ചോ അതാ ഗേസ് മഴത്തുള്ളി ഇട്ടിട്ടുണ്ട്. പോത്തിന് പെരയിലെത്തണടാ. സൂപ്പർ ഫാസ്റ്റിൽ പോണം. മഴ തുള്ളിയിട്ടുണ്ട് അച്ചു. മണ്ടണ്ട മണ്ടണ്ട അച്ചു. കുട എടുത്തിട്ടില്ലല്ലോ നമ്മള്. പെട്ടെന്ന് 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 നടന്നൂടെ. അച്ചുട്ടിക്ക് യൂണിഫോം ഉടുത്തപ്പോ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിക്കാണ് നമ്മളെ അച്ചുട്ടി. അങ്ങനെ അപ്പോത്തിന് ഞങ്ങൾ പെരത്തിയില്ല ഗൈസ്. അപ്പോത്തിന് മഴ പെയ്തു. അച്ചു പെട്ടെന്ന് വണ്ടി കൂടെ മഴ പെയ്തു ഗൈസ്. ഡ്രസ്സുകളൊക്കെ പുറത്ത് അയലുമ്മലും ഉണ്ടായിരുന്നു. പിന്നെ കാടക്കൂട്ടുകളുടെ ഈർച്ചപ്പൊടി മുണക്കാട്ടിരുന്നു. ഒരുപാട് വേറെ പെട്ടെന്ന് തന്നെ ഓടേണ്ടി വന്നിട്ടാ. മഴ കുട കൊണ്ടുപോയിട്ടില്ലെന്ന് ഞങ്ങൾ കേറിട്ടാ. നമ്മൾ ചെമ്പരത്തിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെമ്പരത്തിയൊക്കെ അതാ ചെമ്പരത്തിയുടെ അതിൻ്റെ തണ്ട് പച്ച കളറുള്ള നെട്ടി ഇങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഇല്ലികളായിട്ട് നമുക്ക് കളയുകയാണെങ്കിൽ ഒഴിവാക്കാം. അല്ലാണ്ടെങ്കിൽ ഒന്നായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ ചായ വെക്കണ കാച്ചുന്ന പാത്രത്തേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് വെള്ളമാണ്. അപ്പോൾ ഈ ചൂട് വെള്ളത്തേക്ക് നമ്മളിതാ കുറച്ച് നേരം ഇത് ഇട്ട് വെക്കുകയാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് ആവട്ടെ കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്ക് 5 അല്ല 10 മിനിറ്റ് അത്രയും ഇരിക്കണോ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ ഗേസ് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് കേട്ടോ. ചെമ്പരത്തിയുടെ പൂവിട്ട വെള്ളം ഇതാ ഈ കളറാണ് കേട്ടോ. നല്ലൊരു ഏതാ പറയുക, ഒരു ലൈറ്റ് കുറച്ച് ചെമ്പരത്തിയും കുറേ വെള്ളം ഉണ്ടല്ലോ കേട്ടോ. അതുകൊണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറേ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. ഒരു 6-7 പൂവ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു. നല്ലൊരു പിങ്ക് കളർ കേട്ടോ. പക്ഷെ ഇനി ഇതിന് മാജിക് കാണില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്പരത്തിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ PCOD, രക്തം അങ്ങനത്തെ കുറവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെൻസസിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ടൈമിൽ അങ്ങനത്തെവർക്കൊക്കെ വളരെ അതിൻ്റെ അതൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത് ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവിൻ്റെ വെള്ളം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ കുടിച്ചാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ടാണെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി. എന്താ പറയുക, കുറച്ച് പഞ്ചസാര ഇട്ടാൽ നമുക്ക് കുടിച്ചേട്ടാ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തേക്ക് 2 ചെമ്പരത്തിയൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നല്ല അത്യാവശ്യം കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാജിക് ഒന്ന് കണ്ടു നോക്കാം. ഞാനൊരു ചെറിയ കഷ്ണം നാരങ്ങൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ജ്യൂസ് ചെമ്പരത്തിയുടെ വെള്ളത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ലോണം നിറം മാറി, നല്ല ചുവന്ന കളർ, നല്ല അടിപൊളി ഒരു കളർ, എന്തോ ലിക്വിഡ് എസൻസ് ചേർത്ത് ആ കളർ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ നല്ല നല്ല അടിപൊളി കളർ. ഇപ്പോൾ ആൾക്കാർക്ക് വിരുന്നുകാരൊക്കെ വരുന്ന നേരത്ത് ഈ വെള്ളം കൊടുത്താൽ അവരൊക്കെ എന്ത് ചേർത്താന്ന് കരുതും കേട്ടോ. അപ്പം അത്രയ്ക്ക് നല്ല അടിപൊളി കളറാണ് കിട്ടുക. അപ്പം ഇനി വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നല്ല നാരങ്ങ വെള്ളമാവും. കൂടാതെ നാരങ്ങ വെള്ളത്തിന് ടേസ്റ്റും കിട്ടും, ചെമ്പരത്തിയുടെ ഗുണങ്ങളും കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ചെമ്പരത്തി കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നല്ല അടിപൊളി നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. ഒരു നല്ല ഒരുപാട് രോഗങ്ങൾക്കുള്ള റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി, കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ നാരങ്ങനീര് ഒഴിക്കാത്ത ഗ്ലാസ്സാണിത്. ഇത് നാരങ്ങനീര് ഒഴിച്ചപ്പോഴുള്ള ഗ്ലാസ്സും നല്ല വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ. 2 തമ്മിൽ മാറ്റം നല്ലൊരു മാജിക് തന്നെയാണ്. നല്ല ചുവപ്പ് കളർ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോൻ്റെ ലൈറ്റ് കൊണ്ടാണ് കേട്ടോ ഈ കളർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇതപ്പോൾ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുട്ടികൾക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നമ്മൾ മധുരമൊക്കെ ഇട്ടിട്ട് നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കാൻ കൊണ്ട് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്കയും വന്നിക്കണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയാണ് കൊടുക്കുക വിചാരിച്ചാണ് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചുടിൻ്റെ കൂടെ തന്നെ ഉണ്ട് പൊന്നൂസിന്. പിന്നെ പൊന്നൂസ് രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ എന്നാലും നല്ല ചിലപ്പോൾ കുടിച്ചുട്ടോ. നാരങ്ങ വെള്ളത്തിൻ്റെ ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മധുരം കുറച്ചിട്ടാണ് സ്കൂൾക്ക് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാക്കി നല്ല നാരങ്ങ വെള്ളമാക്കി കൊടുക്കുമ്പോൾ കുടിച്ചേക്കാറ് കേട്ടോ. കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ. പിന്നെ എല്ലാവർക്കും കൂടി റെഡിയാക്കിയതാണ് കേട്ടത്. അച്ചു എങ്ങനെയുണ്ട് ജ്യൂസ്?
ഏ പൊളിയോ സൂപ്പറാ എന്നെ ആ ഞാൻ ചാത്താർക്ക് കൊണ്ടു കൊടുക്കേ ഇപ്പച്ചി കൊണ്ടു കൊടുക്കേ അനുസരിക്ക് പറ്റൂല കേട്ടോ സാധനം ചൊന്ന അങ്ങനെ നാരങ്ങവെള്ളം അങ്ങച്ചു എങ്ങനെയുണ്ടേ നാരങ്ങവെള്ളം പറ നാരങ്ങവെള്ളം എങ്ങനെയുണ്ടേന്നോ സൂപ്പറായിരുന്നു എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാല് വേനലമാണ് കുറച്ച് പനിയുണ്ട് മൊത്ത മണമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാ